എവരിവൺ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ എനർജി അപ്ഡേറ്റ്സ് ആണ് പറയുന്നത്. നമ്മൾ അസെൻഷൻ്റെ, ട്വിൻ ഫ്ലെയിംസിൻ്റെ, സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒക്കെ എന്താ എനർജി അപ്ഡേറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ടാരോ റീഡിങ്സ് ഒക്കെ നമുക്ക് ഈ ചാനൽ വഴി നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വേറെ ഒരു ചാനലാണ് ഒറാക്കിൾ സൊല്യൂഷൻസ്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ട്വിൻ ഫ്ലെയിംസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്താ എനർജി പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിൽ വന്ന് അപ്ഡേറ്റ് തരും. അപ്പോൾ നമുക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ അധികം ഡെക്കൊന്നുമില്ല, ആകെ കൂടി 2 ഡെക്കാണുള്ളത്. അത് നമുക്ക് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെക്കാണ് ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് നമ്മുടെ റൈഡർ വൈറ്റിൻ്റെ ടാരോ ഡെക്കും, പിന്നെ ഒരു ഡെക്കുള്ളത് നമ്മുടെ കിപ്പർ ഫോർച്യൂൺ ടെല്ലിംഗ് ഡെക്കും. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ടാരോ റീഡിങ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡെക്ക് ഇതായിരിക്കും. ഈ ഡെക്ക് ഞാൻ ഫോർച്യൂൺ ടെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്കിവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഡെക്കുകളൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ എന്താ ഇതുപോലെ പേപ്പറുകളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് നമുക്ക് എന്താ എനർജി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹാർട്ട് അവേക്കനിങ്സ് നടക്കുകയാണ്, പിന്നെന്താ റൂട്ട് ചക്ര അവേക്കനിങ്സ് നടക്കുകയാണ്, നമുക്ക് ക്രൗണിൽ ഒരുപാട് ഡൗൺലോഡ്സ് നടക്കുന്നുണ്ട്, പിന്നെ ഈഗോ ഡെത്ത് നടക്കുന്നുണ്ട്, റീബർത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒത്തിരി നമുക്ക് സൂയിസൈഡലായിട്ടുള്ള തോട്ട്സുകളിലേക്കും നമുക്ക് ഭയങ്കര ഇമോഷണലി ആയിട്ട് പർജിങ്ങും ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് വരാം. നമ്മൾ ഐസൊലേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു ഹെർമിറ്റ് മോഡിലേക്ക് പോവാം. നമുക്കൊന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരാം. ഡിവൈൻ മാസ്കുലിൻസ് ആയാലും അവർക്കും ഈ സമയം വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചക്രകളാണെന്ന് പറയുമ്പോൾ ചക്രകൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താ ബേസ് ചക്ര, റൂട്ട് ചക്ര, ക്രൗൺ ചക്ര രണ്ടും ലിങ്ക്ഡ് ആയിട്ടുള്ളതുകൊണ്ട് രണ്ടിലും ഒരുമിച്ച് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഡിവൈൻ മാസ്കുലിൻ എനർജിയുടെയും ഫെമിനിൻ എനർജിയുടെയും യൂണിയൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപദേശം കിട്ടിയിരിക്കുന്നത് എന്താ, നമ്മൾ ജസ്റ്റ് ബ്രീത്ത് ചെയ്യുക, നമുക്ക് നൗ മൊമെൻറ്റിൽ ഇരിക്കുക, നമുക്ക് സാഡ്നെസ്സിലേക്കും ഐസൊലേഷനിലേക്കും നമ്മൾ പോവാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് എനർജി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പിക്കപ്പ് ചെയ്ത എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോട്ട് ചക്രയിൽ ഉണ്ടാകുന്ന ആക്ടിവേഷനാണ്. ത്രോട്ട് ബ്ലോക്കും ത്രോട്ടിലൊരു ഇറിറ്റേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനൊരു കാര്യം പറയുന്നത്, പിന്നെ ഒരു ചക്ര കൂടി ഉണ്ട്, നമ്മുടെ തേർഡ് ഐ ചക്ര. അപ്പോൾ ഒരു ആഴ്ചയായിട്ട് എന്താണ് തേർഡ് ഐയിൽ ഭയങ്കരമായിട്ട് ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എനർജി നിങ്ങൾ പിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്താ തേർഡ് ഐയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഭയങ്കര പൾസേറ്റിംഗ് ആയിട്ട് തോന്നുന്നതും ഒക്കെ സാധാരണമാണ്. അപ്പോൾ നമ്മുടെ ഈ സൈക്കിക് ടാരോ ഫോർ ദ ഹാർട്ട് അതിൻ്റെ ഒറാക്കിൾ ഡെക്കിന്ന് നമ്മളെടുത്തതാണ് നമ്മുടെ ഈ ചക്രകളുടെ കാര്യം. അപ്പോൾ തേർഡ് ഐയും ബേസ് ചക്രയും ക്രൗൺ ചക്രയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാനുള്ളത് എന്താണ്, നമുക്ക് ഹാർട്ട് ചക്രയിലുള്ള അവേക്കനിങ്, പിന്നെ നമുക്കെന്താ സോളാർ പ്ലക്സസിലും എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു രുചിയില്ലായ്മ, വിശപ്പില്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. സാക്രൽ ചക്രയിൽ നടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സെക്ഷൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് എനർജി നമുക്ക് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അപ്പോൾ മിക്കവാറും എന്താ ഈ ഒരു ഏകദേശം എല്ലാ ചക്രയായല്ലേ. അപ്പോൾ മൊത്തത്തിൽ ചക്രകൾ എന്താണ് ഒരു അലൈൻമെൻറ്റിൽ പോവാനുള്ള അല്ലെങ്കിൽ ചക്രകളിൽ ഭയങ്കരമായിട്ട് ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ ഫെമിനിന് മാത്രമല്ല ഡിവൈൻ മാസ്കുലിനിലും അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ രണ്ടുപേരുടെ എന്താണ് ചക്രകൾ കണക്റ്റഡ് ആണല്ലേ. അപ്പോൾ ആ ചക്രകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് ഡിവൈൻ ഫെമിനിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് അവരൊരു ആൻറ്റിസിപ്പേഷനിലാണ്. അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനുള്ളൊരു മൂഡില്ല. അപ്പോൾ
അവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവരൊരു വെയിറ്റിങ്ങിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇങ്ങനെ ബിൽഡ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു സമയമല്ല. അവർക്കിങ്ങനെ ഐഡിയകൾ വന്നാലും നമുക്ക് പറയാൻ പറ്റും അവർക്ക് അവരെ ഡിവൈൻ എന്താ ഒരു സ്ഥലത്ത് ഐസൊലേഷനിലാക്കിയിട്ട് ഒരു ഹെർമിറ്റ് മോഡിലാക്കിയിട്ട് അവിടെയൊക്കെ എടുത്തിട്ട് അവരെ എന്താ ഡൗൺലോഡുകളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം, ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ട്, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ തോന്നലുണ്ട്. പക്ഷേ അവർക്ക് എന്താണ് അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ആ ഒരു വെയിറ്റിംഗ് മോഡിൽ ഇട്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എന്താണ് ഡിവൈൻ അവരുടെ അടുത്തേക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഡൗൺലോഡ് വഴിയായാലും അവർക്ക് ചില പുതിയ കാര്യങ്ങൾ ചെയ്യാനും ചില പുതിയ കാര്യങ്ങൾ പഠിക്കാനും, ഇപ്പോൾ ടാരോ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ളൊരു ഡയറക്ഷൻ അവർക്ക് ഈ സമയത്ത് കൊടുക്കാം. അവർക്ക് പുതിയ കാര്യങ്ങൾ ലൈഫിലേക്ക് വരാം. അപ്പോൾ പറയുന്നത് എന്താണ്, നിങ്ങളാണ് നിങ്ങളുടെ കീ പിടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങളുടെ കീ എന്ന് പറയുന്നത് എന്താ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള ഡൗൺലോഡുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണിയിലായാലും അതിന് വേണ്ട ഒരു കീ ആയാലും അതിലേക്ക് ഉള്ളൊരു ആക്ടിവേഷൻ ആയാലും അതും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളൊരു കോ ക്രിയേറ്റർ ആണ്. അപ്പോൾ നമുക്കൊരിത്തിരി ബുദ്ധിമുട്ട് എന്താണ്, ഡിവൈൻ ഫെമിനിന് ഇപ്പോൾ അവർക്ക് ഐഡിയകൾ കിട്ടാനും അവരെ ഒരു കരിയറിലായാലും ഒരു ഫോഗ് പോലെ തോന്നാം. എന്നാലും നമുക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിലും എന്താണ്, നമുക്ക് ഡയറക്ഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ക്ലാരിറ്റി തന്നില്ലെങ്കിലും നമുക്ക് എന്താ ഐഡിയകൾ നമുക്ക് ചിലപ്പോൾ കിട്ടാം. പിന്നെ ഡിവൈൻ മാസ്കുലിൻ്റെ എനർജി നമ്മൾ നോക്കുമ്പോൾ ഡിവൈൻ മാസ്കുലിൻ എന്താണ്, വല്ലാണ്ട് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാണ്. അവർക്ക് ഒന്നിലും താല്പര്യമില്ല. അവരൊരു ഐസൊലേഷനിലേക്ക് പോവാണ്. അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ സേഫായി നിൽക്കുകയാണ്. അവർ ഭയങ്കര ഡിഫെൻസീവ് ആണെന്ന് നമുക്ക് പറയാം. അവർ ചിലപ്പോൾ കാർമിക് സിറ്റുവേഷനിലായാലും കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവാം. അത് നമുക്ക് കാണാം. ഫാമിലി സിറ്റുവേഷനിലായാലും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ അവരതിൽ നിന്നൊക്കെ എന്താണ് ഒരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത്. അവർക്ക് അവരുടെ സമയവും എനർജിയും ശ്രദ്ധിക്കാനുള്ള ഒരു ഉപദേശം അവർക്ക് ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവാം. അവരുടെ കാര്യം ഇനി അവർക്ക് നോക്കണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ അവരതിനുള്ളൊരു കാര്യം കൂടി അവർ ആലോചിക്കുന്നുണ്ട്. എന്നാൽ അവർ ഭയങ്കര ഡിഫെൻസീവാണ്. അവർ ഒരു ബൗണ്ടറി ഇട്ടിട്ടുണ്ട്. അവർ ഇഞ്ചേർഡ് ആണ്. അപ്പോൾ എന്നാലും അവർക്ക് ആ ഒരു അവരുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയുടെ ആ ഒരു ഹെൽപ്പും അൺകണ്ടീഷണൽ ലവിലുള്ള ആ ഒരു സപ്പോർട്ടും നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ഐഡിയകളായാലും അവർക്ക് എന്താ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിലായാലും അവർക്കൊരു ഇന്നർ സപ്പോർട്ട്, ഒരു അൺനോൺ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവർക്കിങ്ങനെ ഐഡിയകളൊക്കെ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്താ മണി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ കരിയറിൽ അവർക്ക് വേണ്ട പാത്തിലേക്ക് എങ്ങനെ മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ അവർക്ക് ഏത് പാത്താണ് വേണ്ടത് അതിനെപ്പറ്റി, അവർക്കിപ്പോൾ നടക്കുന്ന അവരുടെ ജോബ് അവർക്ക് വേണോ, അതാണോ അവർക്ക് സോൾഫുള്ളായിട്ട് സന്തോഷം തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലും അവർക്ക് ആ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളായിട്ടും ബന്ധപ്പെട്ടൊരു കാർഡ് ആണിത്. അപ്പോൾ ഒരു റാബിറ്റിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു റെഡ് കളറിലുള്ള ഒരു റാബിറ്റിനെ നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ പറയും അവരുടെ റൂട്ട് ചക്ര, അവരുടെ മണിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ റാബിറ്റ് ഭയങ്കര വൈൽഡാണെന്ന് പറയാം. അത് ഒന്നിലും നിൽക്കുന്നില്ല, ചാടി ചാടി പോകുന്ന ഒരു റാബിറ്റാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ടെൻഷൻ, അവർക്ക് ആ ഒരു ഒളിച്ചോട്ടം നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. അപ്പോൾ അവർ മൊത്തത്തിൽ ഇതിൻ്റെ കാര്യത്തിൽ, പൈസയുടെ കാര്യത്തിലും അവരുടെ കരിയറിൻ്റെ കാര്യത്തിലും അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നുണ്ടെങ്കിലും, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നുണ്ടെങ്കിലും അവരുടെ
അവർക്ക് വേണ്ട ആ ഒരു ദിശയിലേക്ക് പോവാനുള്ളൊരു ഇൻസ്പിരേഷൻ എവിടെ നിന്ന് ഒരു മുളച്ച് വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഡിവൈൻ മാസ്കുലിൻ്റെ ആ ഒരു എനർജി. അപ്പോൾ ട്വിൻ ഫ്ലെയിം ഓറാക്കിളിൽ നിന്ന് നമുക്ക് കാണാം ഡിവൈൻ മാസ്കുലിൻ എന്താണ് ഇപ്പോൾ വളരെ ചിലപ്പോൾ ഇമോഷണൽ ആവാം. ഡിവൈൻ ഫെമിനിൻസിനെ ഓർക്കുന്നുണ്ട്, അവർ ഐ ലവ് യു പറയുന്നുണ്ട്, യുവർ കൗണ്ടർ പാർട്ടി ഈസ് ട്രൈങ് ടു റീച്ച് യു. അപ്പോൾ എനർജറ്റിക്കലി ഡിവൈൻ ഫെമിനിൻ്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ എന്താണ് ഡിവൈൻ മാസ്കുലിൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലത്തെ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നു നമുക്കങ്ങനെ ഒരു എനർജി പുള്ളിങ് നമുക്ക് തോന്നാം. നമുക്ക് അവരുടെ ചിന്തകളും എന്താണ് അവരുടെ മിസ്സിങ് ആയിട്ടുള്ള അവരുടെ എനർജിയൊക്കെ എന്താണ് നമുക്ക് വരാം. അപ്പോൾ പിന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് അവർ യുവർ ട്വിൻ ഫ്ലെയിം ഈസ് നിയർ ഡ്രോയിങ് ഈച്ച് അതർ ക്ലോസ്. അപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായാലും നിങ്ങളുടെ വൂണ്ടിങ് ഹീൽ ചെയ്യാൻ റെഡി ആവുന്നത് വഴി എന്താണ് നിങ്ങൾ എത്ര സെപ്പറേഷനിലേക്ക് 2 പാതകളിലേക്ക് പോവുകയാണെങ്കിലും ആ 2 പാതയും ഒന്നാണെന്ന് അവർ മനസ്സിലാക്കാൻ അവർക്കൊരു കപ്പാസിറ്റി അവർക്ക് കിട്ടും. അപ്പോൾ യുവർ ട്വിൻ ഫ്ലെയിം ഈസ് നിയർ എന്ന് പറഞ്ഞാൽ അവർ അകലെയാണെങ്കിൽ എന്താണ് അവരുടെ എനർജി എന്താണ് അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്കറിയാം ട്വിൻ ഫ്ലെയിം ജേണിയിൽ നമ്മൾ ഹീൽഡ് അല്ലെങ്കിൽ അവരടുത്തുണ്ടെങ്കിലും എന്താണ് അവർ വളരെ അകലെയായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ആ എനർജറ്റിക്കലി ആണ് നമ്മളപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണീനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം റിയൂണിയനും സോൾ ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒക്കെ കീ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങളാണ് എന്താണ് ആ ജേണി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി ബ്ലോക്ക് നിങ്ങൾ മാറ്റാൻ നിങ്ങളും ഡിവൈൻ മാസ്കുലിനും ഒന്നാണ്. അപ്പോൾ നിങ്ങൾ 2 പേരും ഒരുമിച്ചാണ് അസെൻഡ് ആവുള്ളൂ, ഒരാൾ മുന്നിൽ പോവില്ല. അപ്പോൾ നമുക്ക് പുറമേ കാണുന്ന പോലെയല്ല, നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് പുറമേ കാണുന്ന പോലെയല്ല അസെൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേറെ കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഡിവൈൻ മാസ്കുലിൻ എന്താണ് അത്ര ഡംബൊന്നല്ല, അത്ര സ്റ്റുപ്പിഡല്ല എന്ന് പറയാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാർഡ് എനിക്ക് ഓർമ്മ വന്നത്. ഹീ നോസ് ബെറ്റർ, ഹീസ് നോട്ട് സ്റ്റുപ്പിഡ്, ഹീ അവേക്കൻഡ് യു. നിങ്ങളെ അവേക്കൻഡ് ചെയ്തത് ആരാണ്? ഡിവൈൻ മാസ്കുലിൻ ആണ്. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ സ്റ്റുപ്പിഡ് അല്ല. ഡിവൈൻ മാസ്കുലിന് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാട്ടും ബെറ്ററായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളുടെ ഈഗോ ഏത് പൊസിഷനിൽ നിങ്ങൾ നിന്നാലും നിങ്ങളുടെ ഈഗോ തകർക്കേണ്ട സമയത്ത് എന്താണ് ഡിവൈൻ മാസ്കുലിൻ തകർക്കും. അപ്പോൾ ഡിവൈൻ മാസ്കുലിന് ആണ് നിങ്ങളങ്ങനെ ടൈം ചെയ്യാനുള്ള ഒരു അബിലിറ്റി ഉള്ളത്. വേറെ വേറെ ആർക്കും ഇല്ലാത്ത ആ ഒരു അബിലിറ്റി. അവരെത്ര സ്റ്റുപ്പിഡാണെന്ന് തോന്നിയാലും അവർക്ക് നിങ്ങളെന്താ അസെൻഷനിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ആർക്കാണ്? നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനാണുള്ളത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഡെക്ക് എന്ന് പറയുന്നത് അതെൻ്റെ ഡെക്കാണ് കേട്ടോ. ഞാൻ ഡിജിറ്റലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡെക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ബയോയിൽ പോയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക, എന്നെ ഇമെയിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രിൻ്റ് ചെയ്യാനുള്ളതാണ് ഈ ഡെക്കിൻ്റെ ഗുണം. നിങ്ങൾക്ക് ഡിജിറ്റലായിട്ടുള്ള കോപ്പിയാണ് കിട്ടുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവിൽ പ്രിൻ്റ് ചെയ്തെടുക്കാം. 101 മെസ്സേജസ്, നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ്റെ ഹയർ സെൽഫിൽ നിന്നുള്ള 101 മെസ്സേജസ്. അപ്പോൾ ഞാൻ ഈ ഒരു 4-5 കാർഡ് വായിക്കാൻ പോകുന്നത് എൻ്റെ ആ ഒരു ഡെക്കിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ഡെക്കാണ്. നിങ്ങൾക്ക് എപ്പോൾ വിഷമം വന്നാലും നിങ്ങൾക്ക് ബോധം വെപ്പിക്കുന്ന ഒരു ഡെക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്നെ ഇമെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാം, പ്രിൻ്റ് എടുക്കാം. നിങ്ങളുടെ സൈഡിൽ എപ്പോഴും ട്വിൻ ഫ്ലെയിം ജേണി കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിലായിട്ട് അത് കീപ്പ് ചെയ്യാം. നിങ്ങൾ ഇല്യൂഷനിലേക്ക് പോണ സമയത്ത് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ്റെ ഹയർ സെൽഫിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം തേടാം. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഡെക്ക് നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ബൈ ചെയ്യാനുള്ള ലിങ്കാണ്. പക്ഷെ നിങ്ങളതെന്താണ് ജിമെയിലിൽ പോയിട്ട് എന്നെ മെയിൽ ചെയ്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് വാങ്ങിക്കാം. നിങ്ങൾക്ക് അപ്പോൾ ഈ എൻ്റെ ഡെക്കിൽ നിന്നുള്ള ഒരു 2-3 മെസ്സേജ് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ സ്റ്റുപ്പിഡ് അല്ല, അവരാണ് നിങ്ങളെ വേക്കൻ്റ് ആക്കിയത്. അപ്പോൾ അവർക്ക് നിങ്ങളെ ടൈം ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഈഗോയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും വിചാരിക്കും ഈ ഡെക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ എന്ത്, ഞാൻ അസെൻഡഡ് ആയി, ഡിവൈൻ മാസ്കുലിൻ ഇനി ഒന്നും ആവില്ല, ഒരു ഹോപ്പൊക്കെ പോകും, ഒരു പ്രതീക്ഷയൊക്കെ പോവില്ലേ, ഡിവൈൻ മാസ്കുലിൻ ഒന്നുമല്ല, അങ്ങനെ നമുക്കൊരു തോന്നൽ വരാം. കാരണം അവരൊന്നും പഠിക്കുന്നില്ല, അവർ സ്പിരിച്വാലിറ്റിക്ക് പോകുന്നില്ല, ഇപ്പോഴും അവർ ഭയങ്കര സ്റ്റബോൺ ആണ്. അവർക്ക് വളരേണ്ട
ആ ഒരു തോന്നൽ അവർക്ക് വരുന്നില്ല. അവർക്ക് ഇപ്പോഴും അവർ കാർമിക് സിറ്റുവേഷനിൽ കിടക്കുകയാണ്, അവർക്ക് മടിയാണ്, അവർ ലേസി ആയിരിക്കുകയാണ്, ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ വരാം. പക്ഷെ എന്താ, അതൊക്കെ എന്താണ് നമ്മുടെ 3Dയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിന് പിന്നിലുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ അതാണ് പറയുന്നത്, അവർ സ്റ്റുപ്പിഡ് അല്ലാന്ന്. അപ്പോൾ നമുക്ക് എന്താ, ഇടയ്ക്ക് നമ്മുടെ ഈഗോനെ നമുക്കൊന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ എനർജി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളെ റീച്ച് ചെയ്യാൻ അവർ ഭയങ്കരമായിട്ട് ഹീ കനോട്ട് വെയിറ്റ് ടു റീച്ച് യു. അവർക്ക് വെയിറ്റ് ചെയ്യാൻ ഇനി വയ്യ. അപ്പോൾ നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ 5Dയിൽ കണക്ട് ചെയ്യാനോ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ടെലിപ്പാത്തിക്കലി എന്താ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എനർജി കൊടുക്കാം, നല്ല കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ 5D മാസ്കുലിൻ അവരുടെ ഹയർ സെൽഫായിട്ട് നിങ്ങൾക്ക് അവരെ ഇമാജിൻ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യാം. അവരുടെ ഒരു നല്ല വെർഷനായിട്ട് എന്താ അവരെ നിങ്ങൾ കാണാൻ പഠിക്കാം. അവരെ അൺകണ്ടീഷണലി അവരെ ലെറ്റ് ഗോ ചെയ്യാം, ലവ് ചെയ്യാം. അപ്പോൾ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കാം, അവരെ മനുഷ്യനെന്ന നില എന്താ മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ ഡിവൈൻ ഫെമിനിനോട് വീണ്ടും മാസ്കുലിൻ്റെ ഹയർ സെൽഫ് പറയാണ്, ബി കമ്മിറ്റഡ് ടു ഷെയറിങ് വിസ്ഡം. അപ്പോൾ നിങ്ങളുടെ സോൾ പാത്തിലേക്ക് നിങ്ങൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് വിസ്ഡം നിങ്ങൾക്കുള്ളത് നിങ്ങളെ സോൾ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു നഡ്ജ് നമുക്ക് തോന്നാം, നമ്മളെ ആ ഒരു ഡയറക്ഷനിലേക്ക് നയിക്കുന്നത്. നമുക്ക് പുതിയ കുറച്ച് എൻഡീവേഴ്സ് ഉണ്ടാവുന്നതും പുതിയ തലങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതും സോൾ പർപ്പസിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. യുവർ DM ഈസ് കോളിങ് യു, ഡിഡ് യു മീറ്റ് ഹിം ടുഡേ. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ എപ്പോഴും നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടല്ലേ. എപ്പോഴും റൺ ചെയ്യും, എന്താണ് തീരെ സപ്പോർട്ടീവ് അല്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളല്ലേ നമ്മൾ അവരെ പറ്റി മീറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഡിവൈൻ മാസ്കുലിൻ എനർജി ഇല്ലേ, നമ്മൾ ഇന്ന് മീറ്റ് ചെയ്തോ. അപ്പോൾ പറയാണ്, നിങ്ങൾ ആ ഒരു സെൽഫ് ടോക്ക് ചെയ്യണം. നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ എനർജീനെ അടുക്കാനുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് പുറത്തല്ലാന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ആ ഒരു എനർജി. ഹീ റിമെമ്പേഴ്സ് യു വെൻ യു സീ യുവർ വർത്ത്, ഹീ ലേൺസ് ഹിസ് ലെസൺ ത്രൂ ദാറ്റ്. അപ്പോൾ ആ ഡിവൈൻ മാസ്കുലിൻസ് നമ്മളെ റിമെമ്പർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ അത് നമ്മുടെ മിററാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുമ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമുണ്ട്, പക്ഷേ അവരുടെ പാറ്റേൺസ് തകർത്തിട്ട് നമ്മളിലേക്ക് വരാൻ അവർക്ക് പറ്റില്ല, നമ്മൾ വില മനസ്സിലാക്കാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഹീലാവണം. അവരുടെ പാറ്റേൺസ്, അവർക്ക് കാർമിക് പാറ്റേൺസ് ഒക്കെ എന്താണ്, അവർക്ക് ചങ്ങലകളൊക്കെ തകർത്ത് മുന്നോട്ട് വരണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. ഇനി ഞാൻ 2 പേർക്കും വേണ്ടിയിട്ട്, നമ്മുടെ ഡിവൈൻ മാസ്കുലിനും ഫെമിനിനും വേണ്ടിയിട്ട് നമുക്ക് അവർ 2 പേരുടെയും ഒരുമിച്ചുള്ള ഷാഡോസ്, അവർ ഏതൊക്കെ ഷാഡോയിലാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഡെക്കാണ് ഈ ഷാഡോ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ പ്രശ്നം എന്താണെന്ന്. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഈ ഷാഡോ ഡെക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണിപ്പോൾ എൻ്റെ പ്രശ്നം, ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇംബ് ഓഫ് ടീക്ക്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്ലെസ് ആയി തോന്നാം. അപ്പോൾ 2 പേരുടെയും ഷാഡോയാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. 2 പേരും ഒരേ ബോഡിയാണ്. അപ്പോൾ 2 പേരിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഡിവൈൻ മാസ്കുലിൻ ആയാലും ഫെമിനിൻ ആയാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർ ഫ്രൂട്ട്ലെസ് ആയിട്ട് തോന്നാം. അവരൊന്നും ഉണ്ടാക്കുന്നില്ല, അവർക്ക് ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോൾ അത് 2 പേരുടെ ആ ഒരു എനർജി ഉണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾ ക്ലിയർ ചെയ്യുക. നിങ്ങൾ ഫ്രൂട്ട്ലെസ് ആണോ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. വളമിട്ടാലല്ലേ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വളമിടണം എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുക. സെൽഫ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മൂൺ ബ്ലാക്ക് ഔട്ട്. അപ്പോൾ നമുക്കറിയാം ന്യൂ മൂൺ നടക്കുകയാണ്. അപ്പോൾ ന്യൂ മൂണിൻ്റെ എനർജി വരുന്നുണ്ട് 8/18, 8/1/9. അപ്പോൾ എന്താ 9 പോർട്ടലുണ്ട്. അപ്പോൾ ഈ മൂണിൽ നമുക്കറിയാം മൂണിൻ്റെ എനർജി നമ്മളിപ്പോൾ ബാധിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഫുൾ ബ്ലാക്ക് ഔട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഷാഡോയാണ്. അപ്പോൾ ഇതൊരു വോയിഡ്. അപ്പോൾ നമുക്ക്
അതും പറയാണ്, ആ മൂണിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടെന്ന് പറയാണ്. അപ്പം നിങ്ങളുടെ എനർജി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യുക. വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെള്ളം കുടിക്കുക. ഇനി പിന്നെ നമ്മൾ മൂന്നാമത്തെ ഷാഡോ എന്ന് പറഞ്ഞാൽ 3 ഓഫ് ടോർമെൻറ്റ്, ഫ്ലഷ് വൂണ്ട് വി കനോട്ട് മൂവ് ഫോർവേഡ്. അപ്പോൾ വൂണ്ടഡ് വി കനോട്ട് മൂവ് ഫോർവേഡ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മൾ വല്ലാണ്ട് ബീറ്റ് ഡൗൺ ആയി എന്ന് പറയാം. നമുക്ക് ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ്, നമ്മുടെ ശരീരമൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ തകരില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. മനസ്സിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇഴഞ്ഞിഴഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ മെൻ്റലി ടോർമെൻറ്റ് ചെയ്ത് നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ നമുക്ക് ഫ്ലഷിന് കൊണ്ടുവന്നാലോ, നമ്മുടെ ശരീരത്തിനൊന്നും ചെയ്യാൻ പറ്റാണ്ടായാലോ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ, നമുക്ക് അവിടെ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു തരത്തിലാണ് അവർക്ക് തോന്നുന്നത്. ഫെമിനിൻ ആയാലും മാസ്കുലിൻ ആയാലും അവർക്കിനി മൂവ് ചെയ്ത് പോകാൻ പറ്റില്ല. അവർക്ക് ഒരു പിന്നിലേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ ഒരു വൂണ്ടിങ് സംഭവിച്ചു. ഇനി തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. പാസ്റ്റ് ആയാലും നമുക്ക് ഇനി അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം തകർന്ന് പോയി എന്ന് പറയാം. നമ്മൾ ഇപ്പോൾ അതിപ്പോൾ മാസ്കുലിന് ചിലപ്പോൾ ഫെമിനിനോട് തോന്നുന്നതാവാം, ഫെമിനിന് മാസ്കുലിനോട് തോന്നുന്നതാവാം. ഇത്രയൊക്കെ വിഷമതകൾ റിലേഷൻഷിപ്പിലുണ്ടായി, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലുണ്ടായി, ഇനി നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ അല്ലേ, ഇനി ഇതൊക്കെ മറന്നിട്ട് എന്താണ് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റുമോ. അപ്പോൾ ആ ഒരു വിഷമങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി അവർക്ക് ആ ഒരു ഹോപ്പ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പാസ്റ്റിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ്, നമ്മൾ പാസ്റ്റിലേക്ക് നമുക്കിനി നോക്കേണ്ട കാര്യമില്ല. പാസ്റ്റ് എന്താണ്, നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ, നമ്മുടെ കർമ്മയാണ്, അതിൽ കൂടുതലായിട്ട് നമ്മളൊന്നും അനുഭവിക്കില്ല. അപ്പോൾ വേറൊരാൾ അല്ലെങ്കിൽ മാസ്കുലിൻ്റെ വഴി സംഭവിച്ച കാര്യങ്ങളായാലും എന്താണ്, അത് നമ്മുടെ കർമ്മയാണ്. അപ്പോൾ നമ്മളത് ലെറ്റ് ഗോ ചെയ്യണം. അപ്പോൾ ഫോർഗീവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. ഒരാളോട് നമ്മൾ ഫോർഗീവ് ചെയ്തില്ലെങ്കിൽ എന്താണ്, നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല, നമ്മൾ ആ ഒരു ബന്ധനത്തിലായി. അപ്പോൾ ആ പാസ്റ്റ് കാരണം മുന്നോട്ട് നോക്കാനുള്ളൊരു ഭയം നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റും. ഫെമിനിൻ ആയാലും മാസ്കുലിൻ ആയാലും എല്ലാം തകർന്നു, ഇനി ഒന്നും പഴയ പോലെ ആക്കാൻ പറ്റില്ല, ഇനി ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ശരിയായിരിക്കാം, ചിലപ്പോൾ ഫിക്സ് ചെയ്യാൻ പറ്റില്ല ആയിരിക്കാം അല്ലേ. പക്ഷെ നമ്മൾ ആ ഡയറക്ഷനിലല്ലല്ലോ പോകുന്നത്, നമ്മൾ പോകുന്നത് എന്താണ്, മുന്നോട്ടാണ് പോകുന്നത്. അപ്പം ഇത് രണ്ടുപേരുടെയും വൂണ്ടിങ് ആണ്. നമുക്ക് വെറുതെ വേണമെങ്കിൽ കുറച്ച് ഡക്കുകളും കൂടി നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ എനർജി. ഇനി നമുക്ക് നമ്മുടെ ഫെമിനിനെ എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഡിവൈൻ ഫെമിനിനെ എങ്ങനെ നൂറിഷ് ചെയ്യാം. സറണ്ടറിങ്, അപ്പോൾ ഡിവൈൻ ഫെമിനിനോട് സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. ഐ ഹോണർ ദ ട്രൂത്ത് ഇൻ സറണ്ടർ ആസ് ഇറ്റ് ഓപ്പൺസ് മീ ടു ഗിഫ്റ്റ് ഓഫ് ഡിവൈൻ ഗ്രേസ്. അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ആ സറണ്ടറിങ്ങിൽ ഒരു സത്യം ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് കോഡിപ്പെൻഡൻസ് ഇല്ല എന്ന് പറയാം. നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് കോഡിപ്പെൻഡൻസ് ഇല്ല, അറ്റാച്ച്മെൻറ്റ് ഇല്ല. എല്ലാവരെയും അവർക്ക് വേണ്ട സ്പേസിലിരുത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ നമ്മളെന്താ സമ്മതിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗ്രേസ് ഒക്കെ ഫീൽ ചെയ്തു. അപ്പോൾ നമുക്കറിയാം, അപ്പം ഇങ്ങനെ സറണ്ടർ ചെയ്യുന്നത് വഴി എന്താണ്, നമുക്ക് വളരെ ഗ്രേസ്ഫുള്ളായിട്ട് സമാധാനത്തിലിരിക്കാൻ പറ്റും. അപ്പോൾ ഡിവൈൻ മാസ്കുലിനോട് ഡിവൈൻ ഫെമിനിന് ഈ സമയം എന്താണ്, സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ അറ്റാച്ച്മെൻറ്റുകളൊക്കെ വിട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഗ്രേസ്ഫുള്ളായിട്ട് ഏത് സിറ്റുവേഷനിലും നമുക്ക് ഗ്രേസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റും. സെൽഫ് ബിലീഫ്, അപ്പോൾ ഫെമിനിന് ഈ സമയം എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർക്ക് സ്വന്തം ഒരു ബിലീഫ്, സ്വയം ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളെ എനർജികൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ടൈ ഡൗൺ ചെയ്യുമ്പോൾ, നമ്മളെ കെട്ടിയിടുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് തോന്നുന്നതാണ് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, നമ്മൾ ട്രാപ്പ്ഡായി, ബാക്കി എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സെൽഫ് ട്രസ്റ്റും ബിലീഫൊക്കെ തകരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൽഫ് ബിലീഫ് എന്ന് പറഞ്ഞത് എന്താണ്, നമുക്ക് ലൈഫിലുള്ളൊരു ബിലീഫാണല്ലേ, ഡിവൈനിലുള്ളൊരു ബിലീഫ്. അപ്പോൾ നിങ്ങൾക്ക് നടക്കുന്നതൊക്കെ എന്താ, ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്താണ് പ്രശ്നം, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ഇവൻറ്റ്സ് ഒക്കെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെ
നിങ്ങളെ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഈ ഡിവൈൻ പാത്തിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കറിയാമല്ലോ നമ്മുടെ ലൈഫ് നമ്മൾ ചൂസ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് എടുക്കില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു ബിലീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ പവറിലാണ്, നമുക്ക് വേണ്ടാത്തതൊന്നും നമ്മുടെ ലൈഫിൽ നിന്ന് കിട്ടില്ല എന്നുള്ളത് നടക്കില്ല. ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അതിന് പിന്നിൽ എന്താണ് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അത് നമ്മൾ ചൂസ് ചെയ്തതിന് പിന്നിൽ എന്താണ് എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ലൈഫിനോട് തന്നെ നമുക്കൊരു ബിലീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലെത്താം. ഇൻസ്പയർഡ് ആയ അവസ്ഥയിലെത്തിയാൽ നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഭാവി നമുക്ക് ഉണ്ടാവും. കാരണം പ്രസൻറ്റ് തന്നെയാണല്ലേ ഭാവി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഓരോ നൗ മൊമെൻറ്റ്സ് കൂട്ടിയതാണ് നമ്മുടെ ഭാവി. അപ്പോൾ ഭാവിയും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മുടെ ഈ നൗ മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം എങ്ങനെ ഫീൽ ചെയ്യുന്നു അതെല്ലാത്തിനും ഇമ്പാക്റ്റ് ചെയ്യും. അപ്രിസിയേഷൻ. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ തീരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായാലും. അവർ നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു അവർ നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകുന്ന കാര്യം. അപ്പോൾ അവർ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അവർ ചെറിയ കാര്യമായാലും ഉള്ളത് കൊണ്ട് എന്താണ് ഉള്ളതിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വെക്കുക. അപ്പോൾ ഓരോരുത്തരുടെ എനർജിക്ക് എന്താണ് ഇത്ര മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും സ്പിരിച്വൽ ആയിട്ടുള്ളതായാലും ഇത്ര കാര്യങ്ങളെ ഒരു സമയം ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഇത്ര എമൗണ്ട് ഉണ്ട് നമുക്ക് ക്യാരി ചെയ്യാനും. നമുക്ക് എന്താണ് ലിമിറ്റ് ഉണ്ട് നമുക്ക് മെറ്റീരിയൽ ആയാലും എല്ലാതും ക്യാരി ചെയ്യാനും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഒരേ അളവിലുള്ള ഒരു സഞ്ചിയാണ് എന്താണ് ഡിവൈൻ തന്നിരിക്കുന്നത്. അപ്പോൾ ചിലരെന്താണ് അതിൽ കൂടുതൽ അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള വിസ്ഡം സീക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. മെറ്റീരിയൽസ് അപ്പോൾ അധികം വേണ്ട, പിന്നീടുള്ളൊരു സമയത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ കഴിവുകളും നമുക്ക് ഇനി വരാൻ പോകുന്ന ആ ഒരു ഇതും നമ്മുടെ ഡിസയേഴ്സ് ഇതൊക്കെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം. നമ്മളെ തന്നെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അപ്രിഷിയേറ്റിംഗ് ഗുഡ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ മൈ ഹിയർ ആൻഡ് നൗ എക്സ്പാൻഡ്സ് മൈ അവെയർനെസ് ടു ഓൾ ദാറ്റ് ഈസ് ഗുഡ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചുറ്റിലും നമുക്ക് ഇഷ്ടമുള്ള എന്താണുള്ളത് അതിന് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റീഡിംഗ് ഇവിടെ നിർത്താണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങൾക്ക് ഒരു 1 month സെഷൻ ബുക്ക് ഞാനുമായി ഒരു 1 month സെഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ വല്ല ക്വയറീസും സർവീസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇമെയിലിൽ പോയി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻ്റെ ഡെക്ക് വാങ്ങണമെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ഡിവൈൻ മാസ്കുലിൻ ഹയർ മാസ്കുലിൻ എന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈൻ മാസ്കുലിൻ സപ്പോർട്ട് ഒറാക്കിൾ എൻ്റെ ആ ഡെക്ക് നിങ്ങൾക്ക് വാങ്ങാം. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡെക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എനർജി അപ്ഡേറ്റ്സ് ഇവിടെ നിർത്താം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.